SSG വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ktet കാറ്റഗറി 3യുടെ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ആൻസർ കീ ആണ് ചെയ്യുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കാറ്റഗറി 3 സൈക്കോളജി. അത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം, മുഴുവൻ മാർക്കും വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത്ര ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യനെ വന്നിട്ടില്ല എന്ന് നമുക്ക് പറയാം. കൂടി എന്നാൽ 1-2 ക്വസ്റ്റ്യൻസ് മാത്രമാണ് അൺഫെമിലിയർ ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് പറഞ്ഞ ക്വസ്റ്റ്യൻസാണ്. നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യ ചോദ്യം, വിച്ച് among the following is not an assumption on lifespan perspective on development? ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ സി ആണ്. ഡെവലപ്മെൻറ്റ് ഈസ് യൂണി ഡയറക്ഷണൽ എന്നുള്ളതാണ്. ഏതാണ്? ഡെവലപ്മെൻറ്റ് ഈസ് യൂണി ഡയറക്ഷണൽ എന്നുള്ളതാണ് കറക്റ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, NCF 2005 suggests teaching learning process to be as ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ എ, ടീച്ചിങ് ഈസ് എ പ്രോസസ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് ആണ്. നെക്സ്റ്റ് ചോദ്യം നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009? ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഇറ്റ് ഡയറക്ട്സ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ഓഫ് ഏജ് 6 to 18 എന്നുള്ളതാണ്. Next question, an intelligence test is conducted for 2 students A and B having 10 years old. The mental age of A is found to be 10 and that of B is 14. From this one can arrive at the conclusion. ഏതാണ് വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ സി ആണ് വരുന്നത്. കറക്റ്റ് ഓപ്ഷൻ സി ആണ് വരുന്നത്. IQ level of B is greater than that of A. Next question, which type of class leadership is best in classroom management? ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി, ഡെമോക്രാറ്റിക് ആണ്. ഇതൊക്കെ മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ്, വിച്ച് തിയറി ഓഫ് പേഴ്സണാലിറ്റി വാസ് ഡെവലപ്ഡ് ബൈ സിഗ്മണ്ട് ഫ്രോയിഡ്? ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? എ ആണ്. സൈക്കോ അനലിറ്റിക് ആണ്. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നെക്സ്റ്റ്, സൈക്കോ സോഷ്യൽ ലേണിംഗ് തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ ഏതാണ്? ഇതും മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓപ്ഷൻ ബി, എറിക്സൺ ആണ്. അതുപോലെ ദ സൈക്കോളജിസ്റ്റ് ഹു എക്സ്പ്ലെയിൻ ദ നോളജ് ഡെവലപ്മെൻറ്റ് ആസ് എ പ്രോസസ് ഓഫ് ഇക്വിലിബ്രിയം യൂസിങ് 2 മെയിൻ കോൺസെപ്റ്റ് അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ ആരാണ് വരുന്നത്? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി, ജീൻ പിയാഷെ ആണ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് common among adolescents to starve themselves in pursuit of getting slim body. Okay, this eating disorder ഏതാണ്? അത് അനോറെക്സിയ നെർവോസയാണ്. ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്, ലേണിംഗ് പ്രോസസ് ഇൻവോൾവ്സ് 3 stages. ഏതാണ് വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ അനോറെക്സിയ നെർവോസ തന്നെയാണ്. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി, അനോറെക്സിയ നെർവോസയാണ്. നെക്സ്റ്റ്, ഇതും നമ്മുടെ അക്കാഡമിയിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, ലേണിംഗ് പ്രോസസ് ഇൻവോൾവ്സ് 3 stages: an active stage, iconic stage, symbolic stage. This concept was introduced by ആരാണ്? ഓപ്ഷൻ എ, ജെറോമസ് ബ്രൂണർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടീച്ചിങ് ത്രൂ ഇൻഡക്റ്റീവ് മെത്തേഡ് ഏതാണ് വരുന്നത്? ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്ന ടീച്ചിങ് ഏതാണ്? അത് ഓപ്ഷൻ ഡി ആണ്. ഫ്രം സ്പെസിഫിക് ടു ജനറൽ എന്നുള്ളതാണ്. ഫ്രം സ്പെസിഫിക് ടു ജനറൽ. ഓപ്ഷൻ ഡി ആണ്. ഫ്രം സ്പെസിഫിക് ടു ജനറൽ ആണ് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ സൈക്കോളജിസ്റ്റ് ഹു റോട്ട് ദ ബുക്ക് അഡോളസൻസ് ആൻഡ് ഡിസ്ക്രൈബ്ഡ് അഡോളസൻസ് ആസ് എ ടൈം ഓഫ് സ്റ്റോം ആൻഡ് സ്ട്രെസ് ആരാണ്? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സ്റ്റെയിൻലി ഹോൾ ആണ്. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, സ്റ്റെയിൻലി ഹോൾ ആണ് കറക്റ്റ്. നെക്സ്റ്റ്, ഐ ഗോ ഫോർ സൈക്ലിംഗ് എവറി ഡേ. ഐ ജസ്റ്റ് ലവ് ഇറ്റ്. ഐ സ്പേ സം ടൈം ഫോർ ഇറ്റ് എവറി ഡേ ഫ്രം മൈ ബിസി വർക്ക് ഷെഡ്യൂൾ. ഏതാണ്? ഇത് ഏതിൻ്റെ എക്സാമ്പിൾ ആണ്? ഓപ്ഷൻ എ ആണ്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ്. നെക്സ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് ലെസൺ പ്ലാൻ ഡസ് നോട്ട് ഇൻവോൾവ് ഏതാണ് വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. പ്ലാൻ ടു പണിഷ് സ്റ്റുഡൻസ് ഹു ഡസ് നോട്ട് ലിസൺ ഇൻ ക്ലാസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കരിക്കുലം മീൻസ് എന്താണ്? കരിക്കുലം എന്ന് പറയുന്നത് എന്താണ്?
അത് ഓപ്ഷൻ ബി ആണ്. ദ സ്റ്റാൻഡേർഡ് സീക്വൻസ് ഓഫ് പ്ലാൻഡ് എക്സ്പീരിയൻസസ് ദാറ്റ് സ്റ്റുഡൻസ് പ്രാക്ടീസ് ആൻഡ് അച്ചീവ് പ്രൊഫഷ്യൻസി ഇൻ കണ്ടന്റ് ആൻഡ് അപ്ലൈഡ് ലേണിംഗ് സ്കിൽസ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്. നെക്സ്റ്റ്, adolescent thinking is systematic in problem solving. Piaget called this stage of logical thinking. ഏതാണ് വരുന്നത്? അത് ഓപ്ഷൻ ബി ആണ്. ഹൈപ്പോത്തറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിങ് ആണ്. ഏതാണ്? ഹൈപ്പോത്തറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിങ് ആണ്. നെക്സ്റ്റ്, ദ ഫാക്ടർ വിച്ച് എഫക്റ്റ് ലീസ്റ്റ് ഇൻ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ സി ആണ്. പേഴ്സണാലിറ്റി ഓഫ് ദ ടീച്ചർ ആണ്. പേഴ്സണാലിറ്റി ഓഫ് ദ ടീച്ചർ ആണ്. Next, which of the following are environmental stressors which create unpleasant psychological state in adolescence? ഏതാണ് വരുന്നത്? ഇതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, എങ്കിലും ഡി ആവാനാണ് കുറച്ചുകൂടെ ചാൻസ്. ഓപ്ഷൻ ഡി ആയിരിക്കാം കറക്റ്റ്. നെക്സ്റ്റ്, the ability of a student to apply the acquired knowledge to solve problem in similar or related situation is known as. ഏതാണ് അത്? ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? അത് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. ഓക്കെ, ഓപ്ഷൻ സി ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. നെക്സ്റ്റ്, സീറോ ട്രാൻസ്ഫർ അതർവൈസ് നോൺ ആസ്. ഏതാണ്? ഇതൊക്കെ മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ന്യൂട്രൽ ട്രാൻസ്ഫർ ആണ്. ഓക്കെ, സീറോ ട്രാൻസ്ഫറിനെയാണ് ന്യൂട്രൽ ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ചോയ്സ്. ലേണിംഗ് വിച്ച് ഇൻവോൾവ്സ് ദ ആക്ട് ഓഫ് ഡിസ്ക്രിമിനേഷൻ ഇസ് കോൾഡ് ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അതായത് 1, 3 കറക്റ്റ്. ഓക്കെ, ലേണിംഗ് വിച്ച് ഡിസ്ക്രിമിനേഷൻ ലേണിങ്ങും അതുപോലെ കോൺസെപ്റ്റ് ലേണിങ്ങും ആണ് കറക്റ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ്, ദ എഡ്യൂക്കേഷണൽ പോർട്ടൽ ഓഫ് കേരള ഗവൺമെൻറ് സമഗ്ര ഈസ് യൂസ്ഫുൾ ഇൻ ആക്സസിങ് റിസോഴ്സസ് എക്സെപ്റ്റ്. ഓപ്ഷൻ ഡി ഏതാണ്? കരിക്കുലം ഓഫ് DLED ആണ്. ഓക്കെ, DLED ആണ് കറക്റ്റ്. Next, assessment, evaluation and mentoring are equally important in teaching and learning process. The mentoring portal introduced by Government of Kerala to facilitate school education. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, സഹിതമാണ്. ഓക്കെ, ഓപ്ഷൻ ബി സഹിതമാണ് കറക്റ്റ്. നെക്സ്റ്റ്, അബ്രഹാം മാസ്ലോ put forth the idea of hierarchy of needs. Some of the human needs he proposed are. കറക്റ്റ് ഓർഡർ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. മാസ്ലോയുടെ ഹൈറാർക്കിയാണ്. ഇതൊക്കെ ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് വരുന്നത്. 1, 2, 3, 4, 5. ഓക്കെ, 1, 2, 3, 4, 5 ആ ഒരു ഓർഡറിലാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ബിഗിൻസ് അറ്റ് ഡാഷ് സ്റ്റേജ്. ഏതാണ്? ഓപ്ഷൻ സി എംബ്രിയോണിക് സ്റ്റേജ് ആണ്. ഓപ്ഷൻ സി ആണ്, എംബ്രിയോണിക് ആണ്. നെക്സ്റ്റ്, കൺസിഡർ ദ ഫോളോയിങ് 2 സിറ്റുവേഷൻസ്. സിറ്റുവേഷൻ 1, ആൻ അഡോളസെൻസ് പേഴ്സൺ ഈസ് സിംഗിങ് എ മ്യൂസിക് ഇൻ ഫ്രണ്ട് ഓഫ് ഓഡിയൻസ്. Situation 2, an adolescent person is running in a race with 4 other athletes. Which of the following factors is present in situation 2? But ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്, കോമ്പറ്റീഷൻ ആണ്. ഓപ്ഷൻ സി കോമ്പറ്റീഷൻ ആണ്. നെക്സ്റ്റ്, ഫ്രോയിഡ് സജസ്റ്റഡ് ഡിഫറെൻറ്റ് സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഡ്യൂറിങ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ദ കറക്റ്റ് ഓർഡർ ഈസ് ഏതാണ് വരുന്നത്? ഓറൽ, അനൽ, ഫാലിക്, ജെനിറ്റൽ. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ, ഓപ്ഷൻ എ ഓറൽ, അനൽ, ഫാലിക്, genital. Next, the psychologist who proposed the law of effect is. ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ സി ആണ്, തോണ്ടേക്ക് ആണ്. ലോ ഓഫ് എഫക്റ്റ് കൊണ്ടുവന്നത് തോണ്ടേക്ക് ആണ്. നെക്സ്റ്റ്, ഇൻഡക്റ്റീവ് തോട്ട് ഈസ്. ഏതാണ് ഇൻഡക്റ്റീവ് തോട്ട്? ഇൻഡക്റ്റീവ് തോട്ട് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, തോട്ട് വിച്ച് ഇൻഫേഴ്സ് എ പ്രിൻസിപ്പിൾ ഫ്രം എ സീരീസ് ഓഫ് സ്പെസിഫിക് എക്സാമ്പിൾസ് ഓർ സിറ്റുവേഷൻസ്. കുറേ എക്സാമ്പിൾസിൽ നിന്ന് ഒരു ജനറൽ തത്വത്തിലേക്ക് എത്തിപ്പെടുന്നതാണ് ഇൻഡക്റ്റീവ് ടീച്ചിങ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, ഇൻ പാവ്ലോവ്സ് എക്സ്പെരിമെൻറ്റ് കണ്ടക്റ്റഡ് ഓൺ ഡോഗ് ദ അൺകണ്ടീഷൻഡ് ആൻഡ് കണ്ടീഷൻഡ് റെസ്പോൺസ് ഈസ് റിലേറ്റഡ് വിത്ത്. എന്തുമായിട്ടാണ് ഈ 2 കാര്യങ്ങളും വന്നിട്ടുള്ളത്? അൺകണ്ടീഷൻഡ് റെസ്പോൺസും കണ്ടീഷൻഡ് റെസ്പോൺസും ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? സലൈവേഷനുമായി ബന്ധപ്പെട്ടാണ്. സലൈവേഷനാണ്. ഓപ്ഷൻ ബി സലൈവേഷൻ ആണ്. നെക്സ്റ്റ്, ടീച്ചിങ് സ്ട്രാറ്റജി ഈസ് ഫോർമുലേറ്റഡ് ഡ്യൂറിങ്. എപ്പോഴാണ്? പ്രീ ആക്റ്റീവ് സ്റ്റേജിൽ തന്നെയാണ് നമ്മൾ ടീച്ചിങ് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, if a student is not giving answer to the question that you asked during teaching learning process in classroom, the teacher should. എന്താണ് ടീച്ചർ ചെയ്യേണ്ടത്?
കറക്റ്റ് ഓപ്ഷൻ സി ആണ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വൈ ദാറ്റ് സ്റ്റുഡൻറ്റ് വാസ് നോട്ട് ഏബിൾ ടു ഗിവ് കറക്റ്റ് ആൻസർ. കുട്ടിക്ക് എന്തുകൊണ്ടാണ് കറക്റ്റ് ആൻസർ പറയാൻ പറ്റാത്തത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, the gradual weakening of a conditioned response by repeated stimulations without reinforcement is. ഗ്രാജുവൽ വീക്കനിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ എ ആണ്, എക്സ്റ്റിങ്ഷൻ ആണ്, വിലോപം. ഓക്കെ. നെക്സ്റ്റ്, personality is a learned response to patterns of reinforcement, or personality can be explained in terms of the effects of external stimuli on behavior. The statement is based on the theory. ഏതാണ് വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്, ബിഹേവിയറിസ്റ്റ് തിയറി ആണ്. ഓക്കെ, ബിഹേവിയറിസ്റ്റ് തിയറി ആണ് വരുന്നത്. നെക്സ്റ്റ്, മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ADHD, സെറിബ്രൽ പാൾസി, ഡൗൺ സിൻഡ്രോം കൊടുത്തിട്ടുണ്ട്. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ADHD എന്താണ്? എ ക്രോണിക് കണ്ടീഷൻ ഇൻക്ലൂഡിങ് അറ്റൻഷൻ ഡിഫിക്കൽട്ടി, ഹൈപ്പർ ആക്ടിവിറ്റി ആണ്. അതേസമയം ബി ഏതാണ്? സെറിബ്രൽ പാൾസി ഏതാണ് വരുന്നത്? ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ദാറ്റ് അഫക്റ്റ് മൂവ്മെൻറ്റ് ഓഫ് മസിൽസും. ഡൗൺ സിൻഡ്രോമും മൂന്നാമത്തതാണ് വരുന്നത്. നെക്സ്റ്റ്, ദ ഫാക്ടർ വിച്ച് ഡു നോട്ട് അഫക്റ്റ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. ഏതാണ് വരുന്നത്? ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ടീച്ചർ ആണ്. ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, ഹു വാസ് ദ ചെയർപേഴ്സൺ ഓഫ് നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റി ഫോർ ഫ്രെയിമിംഗ് NCF 2005. ഏതാണ്? ഓപ്ഷൻ സി, പ്രൊഫസർ യശ്പാൽ കമ്മിറ്റിയാണ്. നെക്സ്റ്റ്, സം പെയർസ് റിഗാർഡിംഗ് എക്സ്പെരിമെൻറ്റ് കണ്ടക്റ്റഡ് ബൈ സൈക്കോളജിസ്റ്റ് ആർ ഗിവൺ. ദ ഇൻകറക്റ്റ് പെയർ ആണ്. ഏതാണ്? അത് കൊഹ്ലർ ആണ്, പിജിയണിലാണ്. ഓക്കെ, കൊഹ്ലർ പിജിയൺ എന്നുള്ളതിലാണ്. പാവ്ലോവ് ഡോഗിലാണ്, തോണ്ടയ്ക്ക് ക്യാറ്റിലാണ്, സ്കിന്നർ റാറ്റിലാണ്. അപ്പോൾ കൊഹ്ലർ ആണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റോൾ ഓഫ് ഗുഡ് ടീച്ചർ. ഏതാണ്? സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ മേക്കർ ബൈ ഗിവിംഗ് പണിഷ്മെൻറ്റ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൈമറി ടാസ്ക് ഇൻ ഇൻസ്ട്രക്ഷണൽ പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ ടീച്ചിങ്. ഏതാണ് വരുന്നത്? ഒബേ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബൈ ഹെഡ് മാസ്റ്റർ. ഓപ്ഷൻ ഡി ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് കിട്ടാത്തതായിട്ട് വന്നിട്ടുള്ളത് 1-2 ക്വസ്റ്റ്യൻ മാത്രമാണ്. ബാക്കി മുഴുവൻ ക്വസ്റ്റ്യൻസും നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ അക്കാഡമിയിലായാലും ഫ്രീ വീഡിയോസ് ആയാലും യൂട്യൂബ് വീഡിയോസ് ആയാലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഇതിൽ വന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 1-2 കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാത്തതായിട്ട് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും കാറ്റഗറി 2-നേക്കാൾ കാറ്റഗറി 3-ൽ സൈക്കോളജിയിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.